പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും പെന്തിക്കോസിയുടെ പെരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ധ്യാന അനുഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ ആഴമായി അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ച ഒരു വലിയ സമൂഹം ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ട്. അതോടൊപ്പം തന്നെ ആദിമ നൂറ്റാണ്ട് മുതൽ പരിശുദ്ധാത്മാവിൻ്റേതായ അനേകം പ്രവർത്തനങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിലും അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലൂടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഭൂമിയിലെ ഒരു പ്രവർത്തനമായിരുന്നു കന്യകമറിയാമിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വചനം അവളിൽ നിന്ന് മാംസമെടുത്ത് മനുഷ്യരൂപം പ്രാപിച്ചു വന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണ്. എല്ലാ ക്രൈസ്തവ സഭകളും അംഗീകരിക്കുന്ന വലിയൊരു ഫണ്ടമെൻ്റൽ ടീച്ചിങ് ആണത്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ പഴയ നിയമം മുതൽ നമുക്ക് കാണുവാനും സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വെളിപ്പെട്ട വ്യക്തികളെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പഴയ നിയമത്തിൽ സാംസൺ, ദാവീദ്, അതുപോലെ ശലോമോൻ, അങ്ങനെ അനേകം പേരെ പരിശുദ്ധാത്മാവ് അവരിലൂടെ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് അവരെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി വേർതിരിച്ച് കണ്ട് അവരുടെ ജീവിതത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. യേശുവിൻ്റെ സുവിശേഷ ശുശ്രൂഷയിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അവൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു കൂടിയുണ്ട്. പരിശുദ്ധാത്മാവാകുന്നത് കാര്യസ്ഥനാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഒരു ശക്തിയായിട്ട് നിങ്ങൾ മാറും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപബോധത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചുമൊക്കെയുള്ള ആഴമായ ബോധ്യങ്ങൾ നിങ്ങൾക്ക് നൽകും. ഇങ്ങനെ തുടങ്ങി അനേകം പ്രബോധനങ്ങൾ യേശുക്രിസ്തു തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടലിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരുന്ന്
ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വെളിപ്പെട്ടു. അതിനു മുമ്പും അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്നു. അപ്പോസ്തലന്മാരിൽ നിന്ന് മാത്രമല്ല, ഭൂമിയിലെ എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തോലിക സഭയിൽ പെന്തക്കോസ്ത പെരുന്നാളിൽ എന്താണ് സംഭവിച്ചത്? പരിശുദ്ധാത്മാവായ ദൈവം അവരിലേക്ക് ഇറങ്ങി വന്ന് അവരിലൂടെ വെളിപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്നാണ് പറയുന്നത്. അവിടെ വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവം മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് അവരിലേക്ക് ആവസിച്ച് അവരെ ഒരു ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റി അവരിലൂടെ വെളിപ്പെടുന്നു. അങ്ങനെ വെളിപ്പെട്ട് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞാണ് നമ്മുടെ സഭാപിതാക്കന്മാർ മുന്നോട്ട് പോയിട്ടുള്ളത്, സഭ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകൃതമായിട്ടാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിലേക്ക് ഈ നൂറ്റാണ്ടുകളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലുമൊക്കെ ആയിട്ട്, ആദിമ നൂറ്റാണ്ടിൽ എന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം ഇറങ്ങി വ്യക്തികളിൽ പ്രചോദിപ്പിക്കാൻ തുടങ്ങി. അനേകം വൈദികർ, അനേകം ശുശ്രൂഷകർ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ അവരിൽ ഉണ്ടാവുകയും ആ അനുഭവങ്ങളെ തിരിച്ചറിയുകയും അവരിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യാനിടയായി തീർന്നു. അങ്ങനെയാണ് ധ്യാനങ്ങളൊക്കെ വളരാനിടയായി തീർന്നു. ധ്യാന കേന്ദ്രങ്ങളുണ്ടാകാൻ തുടങ്ങി. അങ്ങനെ നൂറുകണക്കിന് ധ്യാന കേന്ദ്രങ്ങളും 10,000-കണക്കിന് ആളുകളും ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാനങ്ങളിലുമൊക്കെ വന്ന് ധ്യാനം കൂടി പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ സാന്നിധ്യം തിരിച്ചറിയാനിടയായി തീർന്നു. അത് രോഗശാന്തിയായി വെളിപ്പെട്ടിട്ടുണ്ട്, അത്ഭുതങ്ങളായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്, അടയാളങ്ങളായി മാറിയിട്ടുണ്ട്. അതുപോലെ മനുഷ്യജീവിതത്തിൽ എന്താണോ അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി, ആ പ്രതിസന്ധികളെ പരിഹരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന ദൈവം, പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ പരിശുദ്ധാത്മാവിൽ ഇനിയിപ്പോൾ വളരുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ധ്യാനം കൂടി, എൻ്റെ രോഗം മാറിയിരുന്നു, എൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ തീർന്നു, അങ്ങനെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലതെന്ന്, ആത്മീയമെന്ന് തോന്നുന്നതും മറ്റുള്ളവർ പറഞ്ഞതും പുസ്തകത്തിൽ വായിച്ചതുമായ കാര്യങ്ങളൊക്കെ ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉത്തരം കിട്ടാതെ കിടക്കുന്നൊരു കാര്യം ഇതാണ്: എനിക്ക് പരിശുദ്ധാത്മാവിലൊരു വളർച്ചയില്ല. എന്നാൽ അനേകം പ്രസംഗങ്ങൾ ഈ ശാലോമിലൂടെയും മറ്റ് ക്രൈസ്തവ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പറ്റുന്ന രീതിയിലൊക്കെ സഹകരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ആത്മീയ വളർച്ച ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? വളർച്ച ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ധ്യാനമൊക്കെ കൂടി 5-6 മാസം കഴിയുമ്പോൾ എല്ലാം തകർത്തുകൊണ്ട് ഈ അനുഭവങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നു. വീണ്ടും ഞാൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം കൊണ്ടും വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. ചിലരൊക്കെ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളൊക്കെ കിട്ടിയ ശേഷം വീണുപോയിട്ടുണ്ട്, തകർന്നില്ലാതായിപ്പോയി. ചിലർ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയ രീതിയിൽ അങ്ങ് പോയവരുണ്ട്. ചിലർ ആത്മീയ ജീവിതത്തിൽ നിന്ന് പാപം മൂലം വീണ്ടും തകർന്നു പോയിട്ടുണ്ട്. അറിവില്ലാഞ്ഞിട്ടല്ല, അനുഭവങ്ങളില്ലാഞ്ഞിട്ടല്ല പല മനുഷ്യരും വീണുപോയത്. ക്രൈസ്തവ സഭകളിൽ തന്നെ പല അപജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങൾ ചിലതെങ്കിലും സമൂഹ മധ്യത്തിൽ ദൈവനാമം ദുഷിക്കുന്നതും അപഹാസ്യമാക്കി തീർക്കുന്നതുമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള പാരഡി ഗാനങ്ങളും അപഹസിക്കുന്ന സിനിമകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിൽ
ഒരു പെന്തിക്കോസിയുടെ പെരുന്നാൾ നമ്മൾ വീണ്ടും ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇനി ഏത് രീതിയിലാണ് നമ്മുടെ മാനസാന്തരം സാധ്യമാകേണ്ടത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ആയില്ലെങ്കിൽ നമുക്കെന്താ സംഭവിക്കുക? പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചില്ലെങ്കിൽ ദൈവം അതങ്ങ് ക്ഷമിച്ച് ഞങ്ങളെ അങ്ങ് സഹകരിപ്പിച്ചു പോയാൽ പോരെ? ഞങ്ങൾ ബലഹീനരല്ലേ, ഞങ്ങൾ ഇച്ചിരി പാപികളല്ലേ, ഞങ്ങളിങ്ങനെയാണെന്നൊക്കെ ദൈവമേ നിനക്കറിയാവുന്നതാണല്ലോ. എന്നാൽ അതൊക്കെ പരിഗണിക്കാതെ ഞങ്ങളെ അങ്ങ് താങ്ങി കർത്താവെ നീ ഒരു വിശുദ്ധനാക്കി പുണ്യവാനാക്കി അങ്ങ് മാറ്റിക്കൂടെ, ഒരു പാപം ചെയ്യാത്തവരാക്കി മാറ്റിക്കൂടെ എന്നൊക്കെ ചിന്തിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേര് ഉണ്ട്. ഇവിടെയാണ് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്താണ് പരിശുദ്ധാത്മാവ് ബന്ധത്തിൽ ചെയ്യേണ്ടത് നമ്മൾ തിരിച്ചറിയേണ്ടത്. പരിശുദ്ധാത്മാവായ ദൈവത്തോട് ഒരു മനുഷ്യൻ സഹകരിക്കണം. എനിക്കിന്ന് നിങ്ങളോട് നൽകുവാനായിട്ടുള്ള ഏറ്റവും വലിയ ഉപദേശം പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ദൈവമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ സ്ഥാനം നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ അവൻ എവിടെയാണ്? ഒരു ക്രൈസ്തവനാണെങ്കിൽ അവൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാ, വിശുദ്ധ കുർബാനയിലൂടെ യേശു നിൻ്റെ ഹൃദയത്തിൽ വന്നു. യേശു എവിടെയുണ്ടോ അവിടെ പിതാവായ ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവം കൂടിയുണ്ട്. നിൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരാലയമാണ്. അതുകൊണ്ട് നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഈ പരിശുദ്ധാത്മാവിനോട് എങ്ങനെയാണ് സഹകരിക്കേണ്ടതെന്നുള്ള വെളിപാടാണ് യേശു ക്രിസ്തു. ഒരു പരിശുദ്ധാത്മാവായ ദൈവം സംസാരിച്ചാൽ എങ്ങനെയാണ് മനുഷ്യൻ പ്രതികരിക്കേണ്ടതിനുള്ള ഒരു വെളിപ്പെടുത്തലാണ് പരിശുദ്ധ കന്യകമറിയ, പരിശുദ്ധ അമ്മ. ആ സത്യത്തോട് പ്രതികരിച്ചതാണ്, സ്വർഗത്തിലെ വചനത്തോട്. ഇതാ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ദാസനെ പോലെ ആ വാക്കുകൾക്ക് വേണ്ടി നിന്നു കൊടുത്തപ്പോൾ അമ്മയിലൂടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിച്ചു. പുത്രനായ യേശു മനുഷ്യനായി വന്നു കഴിഞ്ഞപ്പോൾ അവൻ പിതാവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പിതാവിൻ്റെ തിരുഹിതം അറിയാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിതാവിൻ്റെ തിരുഹിതം തിരിച്ചറിയാൻ സാധിച്ചു. ആ തിരുഹിതം അനുസരിച്ചാണ് യേശു നീങ്ങിയത്. ശിഷ്യന്മാർ പലപ്പോഴും പ്രതീക്ഷിച്ച രീതിയിലല്ല, മനുഷ്യരാഗ്രഹിച്ച രീതിയിലല്ല യേശു പ്രവർത്തിച്ചത്. ഇന്ന് പലപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ വളരുവാനും പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഭയിലൂടെയും ഇടവകയിലൂടെയും കുടുംബത്തിലൂടെയും വ്യക്തികളിലൂടെയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സഭാജീവിതത്തെയും ഇടവ ജീവിതത്തെയും ഒക്കെ നാശത്തിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. കാരണം എന്താണ്? ചില മേഖലകളിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതങ്ങളോട് സ്വരങ്ങളോട് സഹകരിക്കുന്നില്ല. ഒരു കുടുംബജീവിതം, ഒരു കുടുംബജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഭാര്യയുടെ തലയ്ക്കകത്ത് ഒത്തിരി സ്വരങ്ങളുണ്ട്. അവൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളുടെ അനുഭവങ്ങൾ, അവളുടെ ഓർമ്മകൾ, അവളുടെ മുറിവുകൾ, അവളുടെ വികാരങ്ങൾ, ഇങ്ങനത്തെ ഒത്തിരി സോഴ്സിൽ നിന്ന് അവളുടെ മനസ്സിൽ നിന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ ദൈവം അവളോട് പറയുക, നീ അങ്ങ് ക്ഷമിക്കുക, നീ നിൻ്റെ ജീവിത പങ്കാളിയൊന്ന് മനസ്സിലാക്കുക. ആ സ്വരത്തോട് നമ്മൾ സഹകരിക്കുകയില്ല. അതിൽ നമുക്കിഷ്ടം വെറുതിരിക്കാനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനും പഴിചാരിക്കൊണ്ടിരിക്കാനുമാണ്. ഒരു പക്ഷേ കൊറോണ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ആ കുടുംബജീവിതത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് അത് തകരാൻ ചിലപ്പോൾ അത് പര്യാപ്തമാകാം, ഈ സ്വരത്തോട് സഹകരിച്ചില്ലെങ്കിൽ. അപ്പോൾ ചിലർ ചോദിക്കും, പരിശുദ്ധാത്മാവോട് സഹകരിച്ചില്ലെങ്കിൽ നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ചിലർ ചോദിക്കും. നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളോട് സഹകരിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും. നമ്മളിപ്പോൾ ഒരു വീട് പണിയാണ്. അപ്പോൾ വീട് പണിയുമ്പോൾ ആദ്യം തറ കെട്ടണം. അപ്പോൾ ആദ്യത്തെ
2 ആഴ്ച തറ കെട്ടാനുള്ള ആഴ്ചയാണ്. തറ കെട്ടാനുള്ള ആഴ്ചയുടെ അന്ന് നമുക്ക് ഒരു തോന്നൽ വന്നു, പൂന്തോട്ടത്തിൻ്റെ സൈഡ് കെട്ടാം. നമ്മൾ പൂന്തോട്ടം കെട്ടി. പിറ്റേ ദിവസം നമുക്ക് തോന്നി മതിൽ പണിതേക്കാം. നമ്മൾ മതിൽ പണിത്. അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തു പോവുകയാണ്. എൻജിനീയർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല. അവസാനം നമ്മുടെ കയ്യിലിരുന്ന് പൈസയെല്ലാം തീർന്നുപോയി. വീട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പണം ചിലവഴിച്ചോ? പണം ചിലവഴിച്ചു. 1 കോടി രൂപ ചിലവായി. വീട് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻജിനീയറോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ ഈ വീട് 1 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പൂർത്തിയാക്കാത്തത്? അപ്പോൾ എൻജിനീയർ പറയും, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പണം ചിലവഴിക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഭവനം പൂർത്തിയാകുമായിരുന്നു. പക്ഷേ നീ എന്നോട് സഹകരിക്കാതിരുന്നുകൊണ്ട്, എൻ്റെ ബുദ്ധിയോടും എൻ്റെ ശക്തിയോടും എൻ്റെ കഴിവുകളോടും നീ സഹകരിക്കാതിരുന്നുകൊണ്ട് നിൻ്റെ ഭവനം പൂർത്തിയായില്ല. അത്രയേ ഉള്ളൂ. ചിലരുടെയൊക്കെ ജീവിതം ഇങ്ങനെ തളർന്നും തകർന്നും കിടക്കുന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമുണ്ട്, ശാലോം ടെലിവിഷനെ കുറിച്ച്. സത്യത്തിൽ കുറച്ചാളുകൾ പരിശുദ്ധാത്മാവിൻ്റെ തിരിഹിതത്തോടും ആ സ്വരം കേട്ട് സഹകരിച്ചതുകൊണ്ട് മനുഷ്യബുദ്ധിക്കും ശക്തിക്കും അപ്രാപ്യമായ രീതിയിൽ സത്യത്തിൽ ദൈവവചനം പങ്കുവെക്കാൻ സാധിച്ചു. പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാതെ ബുദ്ധിയിലും ശക്തിയിലും മാത്രം ആശ്രയിച്ച് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചാനലിന് ഒരിക്കലും ഒത്തിരി വളരാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇതുപോലൊരു കാലഘട്ടം, പ്രത്യേകിച്ച് കൊറോണ പോലൊരു കാലഘട്ടം ഉണ്ടായപ്പോൾ പലരും, മെത്രാന്മാരും വൈദികരുമൊക്കെ ഇങ്ങോട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി. ഒരു വിശുദ്ധ കുർബാന 8 മണിക്ക് സാധിക്കുമോ, 9 മണിക്ക് സാധിക്കുമോ? ആളുകൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് തയ്യാറാക്കി കൊണ്ടുവന്നൊരു കാര്യം കൊണ്ടാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഇത്തരം ചാനലുകളിലൂടെ ഒക്കെ വിശുദ്ധ കുർബാന കാണാൻ സാധിച്ചു, പ്രാർത്ഥിക്കാൻ സാധിച്ചു, വചനപ്രഘോഷിക്കാൻ സാധിച്ചു, ഗ്രൂപ്പുകൾ നടത്താൻ സാധിച്ചു, പ്രയർ ഗ്രൂപ്പുകൾ, വചനപ്രഘോഷണം നടത്താൻ സാധിച്ചു. ഇതെല്ലാം സാധിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിനോട് സഹകരിച്ചപ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കണം. സഭ പരിശുദ്ധാത്മാവിൻ്റെ സ്വരങ്ങളോട് സഹകരിക്കണം. കുടുംബങ്ങൾ സഹകരിക്കണം. അപ്പോൾ ഇവിടെയാണ് എങ്ങനെയാണ് സഹകരിക്കുക, ഏതെല്ലാം മേഖലയിലാണ്? നമ്മൾ ഓരോ മേഖലയിൽ, ഇപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു വ്യക്തിക്ക് 100-ൽ 100% മാർക്ക് കിട്ടണമെങ്കിൽ അവൻ പഠിച്ച അവൻ്റെ പാഠപുസ്തകത്തിലെ അവനൊരു റിയലായൊരു ഉത്തരവുണ്ട്. ആ ഉത്തരത്തോട് ഇവൻ എഴുതിയ ഇവൻ്റെ ബുദ്ധി തലത്തിൽ, അറിവിൻ്റെ തലത്തിൽ ലഭിച്ച ഉത്തരം ഈ പേപ്പറിൽ വന്ന് ഈ ഉത്തരത്തോട് നീതി പുലർത്തണം. അപ്പോഴാണ് മാർക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞതുപോലെ സുവിശേഷ വചനത്തിലൂടെ ജീവിച്ച യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അങ്ങേയറ്റം നമ്മുടെ ജീവിതം നീതി പുലർത്താൻ തുടങ്ങുമ്പോൾ നമ്മളിലൂടെ പരിശുദ്ധാത്മാവിന് ക്രിസ്തുവിലൂടെ ചെയ്തതുപോലെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ ക്രിസ്ത്യാനിയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അത്യാവശ്യം രോഗശാന്തിയൊക്കെ മേടിച്ച് കടബാധ്യതകളൊക്കെ നീക്കി പ്രാർത്ഥിക്കുമ്പം ഇടയ്ക്കിങ്ങനെ ഭക്ഷണവും വസ്ത്രവും അതെല്ലാം ലഭിക്കുമെന്ന് പറയാൻ കാരണം, അപ്പോൾ പറയുന്നത് ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്, നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ സജ്ജമാക്കി വെച്ചതാണ്. പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് അത് കൃത്യമായി നമ്മളിൽ എത്തിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവോട് എല്ലാവരും സഹകരിക്കുകയാണെന്ന് വിചാരിച്ചു. എല്ലാവരും സഹകരിച്ചാൽ എല്ലാവർക്കും ഉള്ളത് ഇവിടെയുണ്ട്. കൊറോണ കാലത്തെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. എല്ലാം അടച്ചിട്ടു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എനിക്കറിയാവുന്ന കുറച്ച് സുവിശേഷകരൊക്കെ ഉണ്ട്, വളരെ സത്യസന്ധരായ, കർത്താവിൻ്റെ തിരുവചനത്തോട് അങ്ങേയറ്റം വിശ്വസ്ത പുലർത്തുന്ന ശുശ്രൂഷ, ധ്യാനമൊക്കെ നിന്നു. അവരതിൽ നിന്ന് കിട്ടുന്ന പൂർണ്ണസമയ ശുശ്രൂഷകർ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിലൊന്ന് കുറച്ച് പേരെ, 1-2 പേരെ ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സാമ്പത്തികമായി? ഇപ്പോൾ ധ്യാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, വളരെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും ദൈവം നടത്തിക്കൊണ്ട് പോകുന്നു.
അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ തുക ഒരു സുവിശേഷകന് അയച്ചു കൊടുത്തു. അത് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത്രയും ചെറിയൊരു തുകയുണ്ട്, അതിങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം നൽകി സുവിശേഷകരെ ഒന്ന് വിളിച്ച് ഇതൊന്ന് കൊടുക്കണം. അങ്ങനെ ഞാൻ കൊടുത്തു. അപ്പോൾ ആ സുവിശേഷകന് ചെറിയ തുക കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ളൂ, ഞാൻ കൊടുത്തു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു റെസിപ്റ്റ് കിടക്കും. ഞാനത് നോക്കിയപ്പോൾ ഷാർജയിലുള്ള വലിയൊരു സമ്പന്നനായ മനുഷ്യൻ അതിൻ്റെ 10 ഇരട്ടി തുക ധ്യാനകേന്ദ്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട് എനിക്ക് എഴുതിയിരിക്കുന്നു, ധ്യാനകേന്ദ്രം നടത്തിക്കൊണ്ട് പോകാൻ തിരുമേനിക്കിപ്പോൾ വളരെ പ്രയാസമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഞാനൊരു തുക നിങ്ങൾക്ക് അയക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറഞ്ഞതാണ്, ആ സുവിശേഷന് കൊടുക്കുക. ഞാനന്നേരം ചിന്തിക്കുകയാണ്, ആ സുവിശേഷം കൊടുത്തപ്പോൾ ഞാനെങ്ങനെ ജീവിക്കും എന്ന് ചിന്തിച്ചാൽ ഞാൻ 5000 കൊണ്ട് ജീവിക്കേണ്ടി വരും. 5000 രൂപ കൊണ്ട് അത് ആ വ്യക്തിക്ക് കൊടുത്തപ്പോൾ അയാൾക്കത് ഭയങ്കര സമ്പന്നമായി. മറ്റേ വ്യക്തിക്ക് പരിശുദ്ധാത്മാവുള്ള അയാൾ ഇനി ആ വ്യക്തിക്ക് എന്ത് ചെയ്തോളും? പരിശുദ്ധാത്മാവ് വേറെ മാർഗ്ഗത്തിൽ നിന്ന് അയാളുടെ ബിസിനസ്സും കാര്യം സമ്പന്നമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയിലെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ അത് നന്നാക്കാൻ ഏത് കാര്യത്തിൻ്റെയും, പണത്തിൻ്റെ മാത്രമല്ല, സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും എളിമയുടെയും പങ്കുവെക്കലിൻ്റെ എല്ലാ കാര്യത്തിലും നമ്മളുടെ കൊടുക്കൽ, നമ്മളുടെ പങ്കുവെക്കൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതല്ലേ ആദിമ നൂറ്റാണ്ടിൽ അവർ പങ്കുവച്ചിരുന്നു. എന്തൊക്കെയാണ് പങ്കുവച്ചത്? സമ്പത്ത് മാത്രമല്ല, വചനം, സ്നേഹം, യേശുവിനെ, കൂദാശകളെ എല്ലാം പങ്കുവച്ചു. പങ്കുവെക്കാൻ വേണ്ടിയുള്ള അവരുടെ ഓട്ടത്തിനിടയിൽ അത് സ്വീകരിച്ചവരൊക്കെ മറ്റൊരു ക്രിസ്തുവായി മാറി. അതല്ലേ ആദിമ നൂറ്റാണ്ട് മുതലുണ്ടായ നമ്മുടെ വിശുദ്ധന്മാർ പരിശുദ്ധാത്മാവരോട് സഹകരിച്ചവർ അപ്പോസ്തലന്മാരെ പോലെ കണ്ട് സഹകരിച്ചു. വ്യക്തിപരമായി ദൈവത്തിൻ്റെ ആത്മാവോട് സഹകരിച്ചു. അവരെ ഇന്ന് സഭ ഉയർത്തി കാണിക്കുകയാണ്. ഇതാ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചവർ, പൂർണ്ണമായി സഹകരിച്ചവർ, അങ്ങനെ സഹകരിച്ച് ഒന്നായവർ ഉയർത്തിപ്പിടിക്കുകയാണ് സഭ. നമ്മൾ ഈ വിശുദ്ധന്മാരുടെ കബറിൽ പോയി എണ്ണയൊക്കെ തൊട്ട് തൂത്ത് കരഞ്ഞ് നിലവിളിച്ച് പോരുകയാണ്. എന്നിട്ട് നമ്മൾ കാര്യം സാധിച്ചൊന്ന് നോക്കും. നമ്മളെന്താ നോക്കേണ്ടത്? ഈ വിശുദ്ധനെ പോലെ ഞാൻ പരിശുദ്ധാത്മാവുമായി സംയോജിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ? ഇനിയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്കാവശ്യം രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നടക്കേണ്ടതുപോലെ നടന്നോളും. നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ നിന്നു പോകുന്നൊന്നും പേടിക്കേണ്ട. ദൈവം നിന്നു പോവുകയല്ലെങ്കിൽ ഇതൊന്നും നിലയ്ക്കത്തില്ല, അതൊക്കെ ഉണ്ടായിക്കോളും ആവശ്യത്തിനനുസരിച്ച്, ആവശ്യാനുസരണം. എന്നാൽ നമുക്ക് വേണ്ടത് നമ്മൾ വ്യക്തി ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തോട് സഹകരിച്ച് ആദിമ നൂറ്റാണ്ടിൽ എന്നതുപോലെ ഈ നൂറ്റാണ്ടിൽ സഭകളിൽ വിശുദ്ധന്മാരുടെ എണ്ണം രൂപപ്പെടുത്തണം. വിശുദ്ധന്മാരുടെ എണ്ണം രൂപം കൊള്ളണം. പരിശുദ്ധാത്മാവിനോട് സഭ സഹകരിക്കുന്നതാണ് കൂദാശ, പൗരോഹിത്യം. അപ്പോൾ പരിശുദ്ധാത്മാവോട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ കൂദാശയോട് അതിൻ്റെ അങ്ങേയറ്റത്തെ വിശുദ്ധിയിൽ കൂദാശ സ്വീകരിക്കുക. പൗരോഹിത്യത്തോട് അങ്ങേയറ്റം, അത് എന്തിനാണ് പൗരോഹിത്യം ഭൂമിയിൽ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്, ആ രീതിയിൽ പൗരോഹിത്യത്തിന് വേണ്ടി പൗരോഹിത്യത്തിൻ്റെ കീഴ്പ്പെടുക. പൗരോഹിത്യത്തിൻ്റെ നൽവരങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ കുമ്പസാരം, കൂദാശകൾ അവിടെ സ്വീകരിക്കുക. ദേവാലയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ചൊരിയുന്ന ഇടങ്ങളാണ്. നമ്മളവിടെ വ്യക്തിപരമായി ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ പ്രാർത്ഥിക്കുക. പിന്നെ നമുക്ക് തന്ന ഈ ഭൂമി നമുക്കൊരു ക്രിസ്തുവിനെ പോലെ ഒരു യാത്ര നടത്താൻ പറ്റിയൊരു ഭൂമിയാണ്. സഹനങ്ങളുണ്ട്, കുരിശുണ്ട്, പീഡകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. അപ്പോസ്തോലിക കാലത്ത് എന്നതുപോലെ തന്നെ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ. രോഗങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ഇതാ പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, നിന്നോട് ഞാൻ സഹകരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കും. അങ്ങനെ കാലഘട്ടത്തിൻ്റെ ക്രിസ്തുവായി രൂപാന്തരപ്പെടാൻ പെന്തക്കോസ്ത പെരുന്നാൾ നമുക്കിടയാക്കി തീർക്കണം. അപ്പോസ്തലന്മാർ കത്തിയെരിഞ്ഞതുപോലെ, തീപ്പന്തങ്ങളായതുപോലെ, വിശുദ്ധന്മാർ തീപ്പന്തങ്ങളായതുപോലെ ഇതാ വിശുദ്ധിയുടെ തീപ്പന്തങ്ങളായി, സ്നേഹത്തിൻ്റെ തീപ്പന്തങ്ങളായി
ഇനിയുള്ള നൂറ്റാണ്ടിൽ കത്തിജ്വലിക്കുവാൻ ക്രൈസ്തവ സഭയ്ക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവം അതിനുള്ള കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.